ഹൈ കൂട്ടുകാരെ, നല്ല അടിപൊളി പൊന്നാങ്കണ്ണി തോരൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി പൊന്നാങ്കണ്ണി തോരൻ വിളവെടുക്കാൻ പോയി. ഞാൻ മുമ്പ് തന്നെ പൊന്നാങ്കണ്ണി നട്ടിരുന്നു. പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ നിലത്തൂടെ എങ്ങനെ പടർന്നൊരു സൈസാണ്. അപ്പം അത് നമ്മൾ നിലത്ത് നട്ട് വിളവെടുക്കുമ്പോൾ ഒരു പ്രയാസമാണ്. കാരണം മണ്ണാവും, ജീവികൾ മൂത്രമൊഴിക്കും. അതുകൊണ്ട് ഞാൻ നട്ടത് പാത്തിയിലേക്ക് ഇങ്ങനെ നട്ട് കെട്ടി തൂക്കിയതുകൊണ്ട് മണ്ണൊന്നും ആവില്ല. നമുക്ക് റാഹത്തോടുകൂടി പറിച്ച് കറി ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ വിളവെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു. നന്നായിട്ടൊന്ന് കഴുകി, അങ്ങനെ വൃത്തിയോടൊന്നും ഇല്ല, എന്നാലും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം തോരൻ വെക്കണമെങ്കിൽ നമുക്ക് അതിലിടാൻ തേങ്ങ വേണം. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് അതെല്ലാം റെഡിയാക്കി മിക്സിയിലിട്ട് അങ്ങ് ഒതുക്കി. വെളുത്തുള്ളിയിലാണ് ഞാൻ പൊന്നാങ്കണ്ണി തോരൻ ഉണ്ടാക്കുന്നത്. അതിന് മൺചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചതക്കി അതിലിട്ടു. ഒരു ഗോൾഡൻ കളർ വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അതിന് ശേഷം ഒതുക്കിയ തേങ്ങ ഇട്ട് അതും ഞാനൊന്ന് വാട്ടി കഴിഞ്ഞിട്ട് ഞാൻ പൊന്നാങ്കണ്ണി ഇടുള്ളൂ. അപ്പം ഇങ്ങനെ കുറച്ച് വാട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പിടും. അത് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുത്തത് അതിലിട്ട് നന്നായിട്ട് ഇളക്കും. വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഞാൻ മഞ്ഞളും ഇടുന്നില്ല. മഞ്ഞളൊക്കെ ഓപ്ഷണലാണ്, ചിലരിടൂ, ഞാനിടുന്നില്ല. അങ്ങനെ അടച്ചു വെച്ചു. ഇനി വേവട്ടെ. അധികം നേരം വേവിയൊന്നും വേണ്ട, അതാ വെന്ത് കഴിഞ്ഞു. അങ്ങനെ നല്ല അടിപൊളി പൊന്നാങ്കണ്ണി തോരൻ. ഇത് 41 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടുന്ന. അപ്പം എൻ്റെ പൊന്നാങ്കണ്ണി തോരന് ഒരു ലൈക്ക് കൊടുക്കുമോ?